നമസ്തേ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഞാൻ അയ്യപ്പൻ്റെ ഒരു മന്ത്രവും ഒരു സ്തോത്രവുമാണ് ഇവിടെ ജപിക്കുന്നത്. എല്ലാവരും കേട്ട് ജപിക്കണം. അയ്യപ്പൻ അല്ലെങ്കിൽ അയ്യൻ എന്ന് വിളിക്കപ്പെടുന്ന ശാസ്താവ് ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ശക്തികളും ഗുണങ്ങളും സമന്വയിപ്പിക്കുന്ന വളരെ ശക്തമായ ഒരു ദൈവമാണ്. മോഹിനി രൂപി വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും മകനാണ് അയ്യപ്പൻ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ അയ്യപ്പ ആരാധന വളരെ പ്രചാരത്തിലുണ്ട്. ഏറ്റവും വിഷമകരമായ പ്രശ്നങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മുക്തി നേടാനും അതേസമയം ആഗ്രഹങ്ങളും അവ നിറവേറ്റാനുമുള്ള അയ്യപ്പൻ്റെ ഏറ്റവും ശക്തമായ മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശത്രുക്കൾ, നമ്മുടെ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, നമ്മൾക്കറിയാൻ വയ്യാത്ത ശത്രുക്കൾ, രഹസ്യമായിരിക്കുന്ന ശത്രുക്കൾ, ബ്ലാക്ക് മാജിക് മന്ത്രങ്ങൾ, പ്രേതങ്ങൾ, ആത്മാക്കൾ, ഭൂതങ്ങൾ എന്നിവയിൽ നിന്നുള്ള അപകടങ്ങൾ, ഗാർഹിക ജീവിതവുമായും ജീവിത പങ്കാളിയുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കലഹങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും അകറ്റുന്ന വളരെ പ്രയോജനപ്രദമായ ഒരു മന്ത്രമാണ് ഞാൻ പറയുന്നത്. പ്രയോജനപ്രദമായ ഒരു മന്ത്രമാണ് ഇത്. ബിസിനസ് അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുരുതരമായ പ്രശ്നവും അപകടങ്ങളും ഒക്കെ തരണം ചെയ്യാനും അതിൽ നേട്ടമുണ്ടാകാനും പറ്റിയ ഒരു മന്ത്രമാണിത്. വിശ്വസനീയമായ സ്രോതസ്സുകൾ പ്രകാരം ഈ മന്ത്രം വിഷാദം, ഭയം, മനസ്സുമായി ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നതിന് വളരെ ശക്തമായ ഒരു മന്ത്രമാണ്. ഈ ആനുകൂല്യങ്ങൾക്കൊപ്പം മന്ത്രം നമ്മുടെ ഉള്ളിലെ, സാധകൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളും നിറവേറ്റുന്നു. അയ്യപ്പൻ്റെ ദിവ്യ അനുഗ്രഹം ലഭിക്കാൻ ഈ മന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ നന്മയും ഗുണങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അയ്യപ്പൻ്റെ ഒരു മൂലമന്ത്രമാണിത്. അപ്പം അയ്യപ്പനെ നമ്മൾ സങ്കല്പിക്കണം. അയ്യപ്പൻ്റെ ചിത്രം, അയ്യപ്പൻ കടുവയുടെ മുകളിലിരിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. യുവാവും ശക്തനുമാണ് ഭഗവാൻ, സുന്ദരനുമാണ് നമ്മുടെ ദൈവമായ അയ്യപ്പൻ. മന്ത്രം ചൊല്ലാൻ നമുക്ക്. അയ്യപ്പൻ്റെ വാഹനം കടുവയാണ്. എന്നിട്ട് ഈ മൂലമന്ത്രം ഒരു 108 പ്രാവശ്യമെങ്കിലും ജപിക്കണം എന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ നമ്മൾ ഒരു ജപമാല ഉപയോഗിച്ച് നമുക്ക് ഇത് ജപിക്കാം. എന്നിട്ട് ഒരു ദിവസം, എല്ലാ ദിവസവും നമുക്ക് ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം, പ്രത്യേകിച്ച് ശനിയാഴ്ച, ബുധനാഴ്ച ദിവസങ്ങളിൽ ഒരു 5 മിനിറ്റെങ്കിലും ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫലം ഉണ്ടാകും. ഈ മന്ത്രം ഞാൻ പറയുകയാണ്. ഓം ദ്രൂം നമഃ പരായ ഗോപ്ത്രേ നമഃ. ഓം ഹ്രൂം നമഃ പരവായ ഗോപ്ത്രേ നമഃ. ഓം ദ്രും നമഃ പരായ ഗോപ്ത്രേ നമഃ. ഓം ഹ്രൂം നമഃ പരായ ഗോപ്ത്രേ നമഃ. ഓം ധ്രൂം നമഃ പരായ ഗോപ്ത്രേ നമഃ. ഓം ഹ്രൂം നമഃ പരായ ഗോപ്ത്രേ നമഃ. ഇങ്ങനെ ഈ ഒരു മന്ത്രം, ഈ 2 മൂലമന്ത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ഈ ബോക്സിലിടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എല്ലാവരും ഇത് ദിവസം, ഒരു ശനിയാഴ്ചയോ ഒരു ബുധനാഴ്ചയോ ഇത് 108 പ്രാവശ്യം വീതം ജപിക്കണം. ഒന്നും പറ്റത്തില്ലെങ്കിൽ ഒരു ദിവസം ഒരു 5 മിനിറ്റ് മെനക്കെട്ടത് ജപിക്കണം. നമ്മളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ അയ്യപ്പൻ മാറ്റിത്തരും. നമ്മൾ പറയുന്നുണ്ട്, അയ്യപ്പൻ പുണ്യത്തിൻ്റെ ഒരു ആൾ രൂപവും ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ മാതൃകാ ജീവിത രീതിയുടെ ഒരു നിഴലാണ്. അയ്യപ്പനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പം അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അപ്പം നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോഴൊക്കെ വൈകുന്നേരം ആയാലും രാവിലെ കുളിച്ച് മത്സ്യമാംസങ്ങളൊന്നും അന്നേരം കഴിക്കാൻ പാടില്ല, വേണം ഈ മന്ത്രം ജപിക്കാൻ. അതുപോലെ നമ്മൾ വളരെ സത്യമായിട്ടുമൊക്കെ വേണം, ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വേണം നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ. നല്ല ഉദ്ദേശമായിരിക്കണം ഈ മന്ത്രം ജപിക്കുമ്പം നമ്മുടെ മനസ്സ്. വേറൊരാൾക്കൊരു ഉപദ്രവം വരുന്ന രീതിയിൽ നമ്മൾ അതിനെ കാണരുത്. നല്ല വിശ്വാസത്തോടുകൂടി നല്ല സതുദ്ദേശത്തിനായിട്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. അത് അർപ്പണബോധത്തോടുകൂടി ജപിക്കണം, ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അപ്പം അങ്ങനെ നമ്മൾ ജപിച്ചാൽ നമുക്ക് വളരെ ഊർജം നമ്മളിൽ ഉണ്ടാകും. അപ്പം ശ്രീ ഹനുമാനെ പോലെ തന്നെ അയ്യപ്പനും ബ്രഹ്മചാരിയാണ്. അതിനാൽ പവിത്രമായ ശബരിമലയിലെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കോടതി വിധിയായിട്ട് അനുബന്ധിച്ച് സ്ത്രീ പ്രവേശനം തടഞ്ഞിരുന്ന നിയന്ത്രണങ്ങളൊക്കെ സുപ്രീം കോടതി നീക്കം ചെയ്തപ്പോൾ അതിൻ്റേതായ ഒരു ആഫ്റ്റർ എഫക്റ്റ് അവിടെ ഉണ്ടായി. അത്യന്തമായിട്ട് അവസാനം നമ്മൾ തന്നെ ജയിച്ചു. എല്ലാവരും കരഞ്ഞു. അതിൻ്റെ വിപരീതമായിട്ട് ചെയ്തവർക്കെല്ലാം അന്ന് ശബരിമലയിൽ കയറിയ സ്ത്രീകളൊക്കെ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. അതൊക്കെ നമുക്കറിയാം. ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം നമ്മൾ അയ്യപ്പനെ പ്രാർത്ഥിക്കാനും അയ്യപ്പൻ്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലാനും. നല്ല ഉദ്ദേശത്തിന് വേണ്ടി വേണം നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കാൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ 2 മന്ത്രം ഞാൻ ഈ ബോക്സിലിടാം. എല്ലാവരും എഴുതിയെടുത്ത് വായിക്കണം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. അയ്യപ്പൻ നമ്മുടെ പന്തളം രാജ്യത്ത് ജനിച്ച് വളർന്ന് മലയുടെ മുകളിൽ പോയിരുന്ന ഒരു ദൈവമാണ്. നമ്മൾ നമ്മളെ പൂർവികരൊക്കെ കണ്ട ദൈവമാണ്. അപ്പം നമുക്ക് അത് വിശ്വസിച്ച് ജപിക്കണം. ഭഗവാനെ വിശ്വസിച്ച് ജപിച്ചാൽ അതിനുള്ള ഫലം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് ഇനി ഒരു ശാസ്താ പഞ്ചരത്ന സ്തോത്രം കൂടി ജപിക്കാം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ധ്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതങ്കഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. അസ്മത്കുലേശ്വരം ദേവം അസ്മച്ഛത്രുവിനാശനം അസ്മദിഷ്ടപ്രദാതാരം ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡ്യേശവംശതിലകം കേരളേ കേലിവിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. പഞ്ചരത്നാഖ്യമേദധ്യോ നിത്യം ശുദ്ധപഠേന്നരഃ തസ്യ പ്രസന്നോ ഭഗവാൻ ശാസ്താ വസതി മാനസേ. പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്ന എന്താണ്? ഭഗവാനെ നമിച്ചാൽ, ഭഗവാന്റെ സ്തോത്രങ്ങൾ ജപിച്ചാൽ, ഭഗവാനെ പൂജിച്ചാൽ നമുക്കെന്തൊക്കെ കിട്ടും? അപ്പം ശുദ്ധ മനസ്സോട് ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഭഗവാൻ നമ്മളിൽ പ്രസന്നനാകും. എപ്പോഴും ഭഗവാൻ നമ്മുടെ മനസ്സിൽ വസിക്കും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.